ഇന്ന് ഐസുവിൻ്റെ സ്കൂളിലെ PTA മീറ്റിംഗാണ്. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ബഹ്റിനിലെ ഏഷ്യൻ സ്കൂളിലാണ് ഐസു പഠിക്കുന്നത്. അപ്പോൾ രാവിലെ 8:30 to 9 മണി വരെയുള്ള ടൈമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷേ വലിയൊരു റഷൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കയറി അവളുടെ ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ട് അങ്ങനെ PTA മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങി. തിരിച്ചു വരുന്ന വഴിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ട് യെല്ലോ കളറിൽ. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം അത് കഴിക്കുന്നത്. മറ്റേ റെഡിനേക്കാളും കുറച്ചുകൂടി മധുരം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിതിന്. പിന്നെ അവിടെ നേരെ പാർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പാർക്കായിരുന്നു, നല്ല ഗ്രീനറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് അധികം നേരം അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ എന്തോ ഭയങ്കര ഒരു സ്മെല്ല്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഇലഞ്ഞിപ്പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി നല്ല സ്മെല്ലാന്ന് തോന്നുന്നു. അവിടെ ആര്യവേപ്പ് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആണോന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ട് വളരെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്ന ആ ഒരു സ്മെല്ല് കാരണം അവിടെ നിന്ന് നേരെ പോയത് അവിടെ അടുത്തുള്ള റാംലി മാളിലേക്കായിരുന്നു കേട്ടോ. അവിടെ R&Bയിൽ എനിക്ക് ഒരു കുപ്പി നോക്കാൻ വേണ്ടി പോയതാണ്. അതായത് വെള്ളം കുടിക്കുന്ന ഈ കുപ്പിയില്ലേ, അവിടെ പല വെറൈറ്റി ആയിട്ടുള്ള കുപ്പികളുണ്ടായിരുന്നു. ഞാനെടുത്തത് കുറച്ചുകൂടി വലിപ്പമുള്ളത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൈ ഉള്ളിലേക്കിട്ട് കഴുകാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓറഞ്ച് കളർ ബോട്ടിലാട്ടോ ഞാൻ എടുത്തത്. ഞാൻ ഉദ്ദേശിച്ച പോലുള്ള സൈസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലുലുവിൻ്റെ ക്ലിയറൻസ് സെയിൽ കണ്ടു. അവിടെ നിന്ന് ഞാൻ വെറുതെ ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കിയതാണ്. പിന്നെ ഇവള് ഭയങ്കര ഷൂ നോക്കലായി. അങ്ങനെ ഒരു മാരത്തോൺ ഷൂ നോക്കൽ തന്നെ അവിടെ നടന്നു. ഫസ്റ്റിൽ കാണിച്ച ആ ചെരുപ്പിന് 600 ഫിൽസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതെടുത്തിട്ട് ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു, പക്ഷെ അവൾ സമ്മതിച്ചില്ല. അവൾക്ക് ഹീലുള്ള ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു ചെരുപ്പ് നോക്കി. ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ജെൻസിൻ്റെ ലേഡീസിൻ്റെ ഒക്കെ ചെരുപ്പ്, പിന്നെ ഡ്രസ്സൊക്കെ ഓൾറെഡി അത്യാവശ്യം തിരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ ചോപ്പർ, പ്ലേറ്റുകൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ വേറെ ഒന്നും ഞങ്ങൾ എടുത്തില്ല. ജസ്റ്റ് ഈ കുട്ടികളുടെ സൈഡിൽ നിന്ന് ഈ ഒരു ഷൂ മാത്രം എടുത്തിട്ട് ഇപ്പോൾ ഇട്ട് നോക്കുന്ന ഈ ഷൂ ആണ് കുറേ സമയത്തിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്തത്. അങ്ങനെ ആ ഒരു ഷൂ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ കാണാം. ബൈ.